കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിന് നന്ദിയോടെ സ്തോത്രം. ഫേസ്ബുക്ക് ലൈവിലൂടെ നിങ്ങളുടെ എല്ലാവരുടെയും മുമ്പിലേക്ക് ഒരു പ്രാവശ്യം കൂടെ വരുവാനിടയാക്കി തോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് അല്പസമയം ദൈവസന്നിധിയിൽ പാടുവാനും പ്രാർത്ഥിപ്പാനും വചനം വായിപ്പാനും പരിശുദ്ധാത്മാവ് നൽകുന്ന പോലെ ചില നിമിഷങ്ങൾ നിങ്ങളോടൊത്തായിരിക്കാനുമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ദൈവാത്മാവ് ക്രമീകരിക്കുന്ന പോലെ ചില മിനിറ്റുകൾ, ഏകദേശം 1 മണിക്കൂറോളം സമയമെന്ന് ഞാൻ ചിന്തിക്കുന്നു, ദൈവസന്നിധിയിൽ ചെലവഴിപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം ലോകം ഒരു വല്ലാത്ത പ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയാണ്. 2020 ആരംഭിച്ച 2019 അവസാനം ലോകത്തെ വിഴുങ്ങുവാൻ തുടങ്ങിയതായ കൊറോണ വൈറസും COVID-19 രൂപഭേദം വന്ന് ഒമിക്രോണെന്നും ഒക്കെയുള്ള പല പല പേരുകളിൽ ഇന്നും ലോകത്തെ കീഴടക്കിക്കൊണ്ടിരിക്കുമ്പോൾ, ഒരു പരിഹാരം ആർക്കും പറയാൻ കഴിയാതിരിക്കുമ്പോൾ, വാസ്തവമായി ദൈവസന്നിധിയിലേക്ക് കണ്ണുകൾ ഉയർത്തി 123 സങ്കീർത്തനത്തിൽ പറയുന്ന പോലെ ദാസന്മാരുടെ കണ്ണ് യജമാനന്റെ കയ്യിലേക്കും ദാസിയുടെ കണ്ണ് യജമാനത്തിയുടെ കയ്യിലേക്കും എന്ന പോലെ ഞങ്ങളുടെ കണ്ണുകൾ ഞങ്ങളുടെ ദൈവമായ യഹോവയെങ്കിലേക്ക് അവൻ ഞങ്ങളോട് കൃപ ചെയ്യുവോളം നോക്കിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുന്ന പോലെ, കർത്താവേ ദയ കാണിക്കണമേ, കർത്താവേ കൃപ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കുകയല്ലാതെ മറ്റ് പരിഹാര മാർഗങ്ങളൊന്നും തന്നെ ആർക്കും നിർദ്ദേശിക്കാനില്ല. മെഡിക്കൽ സയൻസും വിദഗ്ധന്മാരും എല്ലാം പരാജയപ്പെട്ടിരിക്കുമ്പോൾ, അപ്പോൾ തന്നെ പറയട്ടെ, പ്രാർത്ഥിക്കുന്നവർക്ക് പോലും ഒരു മറുപടി പറയാൻ കഴിയാതിരിക്കുമ്പോൾ, എന്താണ് ലോകം നേരിടുന്ന ഈ സാഹചര്യം, എങ്ങനെയൊക്കെയാണ് ഇത് രൂപപ്പെട്ട് മാറുന്നത്, അല്ലെങ്കിൽ ഇനി വരുന്ന മാറ്റങ്ങൾ എങ്ങനെയൊക്കെ ആയിരിക്കുമെന്ന് ആർക്കും പറയാൻ ഒക്കാത്ത സാഹചര്യത്തിൽ സൃഷ്ടാവായ ദൈവത്തിങ്കിലേക്ക് കണ്ണുകൾ ഉയർത്തി പാപങ്ങളെ ഏറ്റുപറഞ്ഞ് കുറവുകളെ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുകയല്ലാതെ വേറെ വഴികളൊന്നുമില്ല എന്ന് ഞാൻ ചിന്തിക്കുന്നു. മറിച്ച് അഭിപ്രായമുള്ളവരുണ്ടായിരിക്കാം, എങ്കിലും ഞാൻ മനസ്സിലാക്കിയിടത്തോളം ദൈവത്തോട് നിലവിളിക്കുക, പ്രാർത്ഥിക്കുക. നമുക്ക് വേണ്ടിയും നമ്മുടെ സമശിഷ്ടങ്ങൾക്ക് വേണ്ടിയും അല്പസമയം ദൈവസന്നിധി ജാഗരിക്കുക. ലഭിക്കുന്ന സമയമൊക്കെയും ജീവിതത്തിലെ കുറവുകളും പാപങ്ങളും പൂർണ്ണമായിട്ട് പരമാവധി നീക്കി അത് യേശുവിൻ്റെ രക്തത്തിലൂടെ സാധ്യമാകുന്നു എന്ന് മനസ്സിലാക്കുന്ന കൂട്ടത്തിലാണ് ഞാനും ഉള്ളത്. ആ പുണ്യാഹ രക്തത്തിലൂടെ ലഭിച്ചതായിട്ടുള്ള നീതീകരണത്തിൽ വിശ്വസിച്ചുകൊണ്ട് കർത്താവിനോട് യാചിക്കുക എന്നുള്ളതല്ലാതെ മറ്റ് പരിഹാരമില്ല എന്ന് ഞാൻ കരുതുന്നു. ആ നിലയിലാണ് അല്പസമയം ദൈവസന്നിധിയിൽ പാടുവാനും പ്രാർത്ഥിപ്പാനുമായിട്ട് ഈ സമയം വേർതിരിക്കുന്നത്. മറ്റ് ഉപകരണങ്ങളോ മറ്റ് സംവിധാനങ്ങളോ ആൾബലമോ ഒന്നുമില്ല. ഏകനായിട്ട് ദൈവസന്നിധിയിലിരിക്കുന്നു. നിങ്ങൾക്കും കഴിയുന്നവർക്കൊക്കെ ഇതിൽ പങ്കുചേരാം. നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ ഈ പാട്ടുകൾ നിങ്ങൾക്കറിയാമെങ്കിൽ നിങ്ങൾ കൂടെ പാടുക. ഒരുപക്ഷെ നിങ്ങൾ നല്ലവണ്ണം പാടാൻ അറിയുന്ന ആളായിരിക്കാം. ഞാൻ അത്ര നന്നായി പാടുന്ന ഒരാളല്ല. സാമാന്യമായിട്ടുള്ള പാടുന്ന രീതി മാത്രമാണ് എനിക്കുള്ളത്. പാടാനും പ്രാർത്ഥിപ്പാനുമായിട്ട് ചില സമയങ്ങൾ വേർതിരിക്കുക. ഞാൻ നിന്നെ കൈവിടുമോ, ഒരു നാളും മറക്കുമോ, ഞാൻ നിന്നെ കൈവിടുമോ, ഒരു നാളും മറക്കുമോ, അമ്മ മറന്നാലും മറക്കാത്തവൻ അന്ത്യത്തോളം കൂടെയുള്ളവൻ, അമ്മ മറന്നാലും മറക്കാത്തവൻ അന്ത്യത്തോളം കൂടെയുള്ളവൻ, ഞാൻ നിന്നെ കൈവിടുമോ, ഒരു നാളും
മറക്കുമോ? ഞാൻ നിന്നെ കൈവിടുമോ? ഒരു നാളും മറക്കുമോ? കാക്കയാൽ ആഹാരം നൽകിത്തന്നു, കാടപ്പക്ഷികളാൽ പോറ്റുന്നവൻ. കാക്കയാൽ ആഹാരം നൽകിത്തന്നു, കാടപ്പക്ഷികളാൽ പോറ്റുന്നവൻ. കരുതുന്നവൻ, എല്ലാം അറിയുന്നവൻ, കൺമണി പോലെന്നെ കാക്കുന്നവൻ. കാണുന്നവൻ, എല്ലാം അറിയുന്നവൻ, കൺമണി പോലെന്നെ കാക്കുന്നവൻ. ഞാൻ നിന്നെ കൈവിടുമോ? ഒരു നാളും മറക്കുമോ? ഞാൻ നിന്നെ കൈവിടുമോ? ഒരു നാളും മറക്കുമോ? മരുഭൂമിയിൽ മന്ന ഒരുക്കിയവൻ, മറയെ മധുരമായി തീർത്തവൻ. മരുഭൂമിയിൽ മന്ന ഒരുക്കിയവൻ, മറയെ മധുരമായി തീർത്തവൻ. മാറാത്തവൻ, ചിറകിൽ മറയ്ക്കുന്നവൻ, മഹത്വത്തിൽ എന്നെ ചേർക്കുന്നവൻ. മാറാത്തവൻ, ചിറകിൽ മറയ്ക്കുന്നവൻ, മഹത്വത്തിൽ എന്നെ ചേർക്കുന്നവൻ. ഞാൻ നിന്നെ കൈവിടുമോ? ഒരു നാളും മറക്കുമോ? ഞാൻ നിന്നെ കൈവിടുമോ? ഒരു നാളും മറക്കുമോ? ഈ പാട്ടിൻ്റെ അർത്ഥം ദൈവം നമ്മെ ഒരിക്കലും മറക്കില്ല എന്ന വരികളാണ്, ആ വാക്കുകളാണ് ഈ പാട്ടിലൂടെ പാട്ടുകാരൻ പറയുന്നത്. മരുഭൂമിയിൽ മന്ന ഒരുക്കിയ ദൈവം, മാറയെ മധുരമാക്കി മാറ്റിയതായ ദൈവം, കാക്കയെ അയച്ച് തൻ്റെ ഭക്തനെ പോറ്റിയ ദൈവം, ഏത് പ്രതിസന്ധിയുടെ നടുവിലും ഏത് പ്രശ്നങ്ങളുടെ നടുവിലും തൻ്റെ ഭക്തന്മാരെ സൂക്ഷിക്കുന്ന ദൈവം, അവരുടെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവം കൂടിയാണ്. അതുകൊണ്ട് ഭക്തന്മാരെ മാത്രമായിട്ട് സൂക്ഷിക്കുന്ന ഒരു ദൈവം മാത്രമല്ല, സർവ മനുഷ്യരും സർവമാന ജനവും അവൻ്റെ മക്കളാകയാൽ സകലരെയും പരിപാലിക്കുന്നവനാണ് ദൈവം. എന്നാൽ ഭക്തന്മാരായ ആളുകൾക്ക്, അല്ലെങ്കിൽ ദൈവത്തെ അറിയുന്നു എന്ന് പറയുന്ന ആളുകൾക്ക് ഒരു കടമയുള്ളത് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് അവർ ബാധ്യസ്ഥരാണ്. ഒരുപക്ഷെ പരിഹസിക്കുന്നവരുണ്ടായിരിക്കാം, കളിയാക്കുന്നവരുണ്ടായിരിക്കാം, അപവാദങ്ങൾ പറയുന്നവരുണ്ടായിരിക്കാം. പക്ഷേ എല്ലാവർക്കും വേണ്ടിയിട്ട് പ്രാർത്ഥിപ്പാൻ ഭക്തന്മാരായ ആളുകൾക്ക് അവർ ബാധ്യസ്ഥരാണ്. ആ ഒരു നിലയിൽ നമ്മുടെ രാജ്യത്തിന് വേണ്ടി, ദേശങ്ങൾക്ക് വേണ്ടി, കുടുംബങ്ങൾക്ക് വേണ്ടി, നമ്മുടെ എന്നുള്ള നിലയിൽ മാത്രമല്ല ലോകമെങ്ങുമുള്ള സർവമാന ജനത്തിന് വേണ്ടിയിട്ടും പ്രാർത്ഥിപ്പാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. ആ നിലയിൽ നമുക്ക് ദൈവസന്നിധിയിൽ നമ്മുടെ വിഷയങ്ങൾ ഏൽപ്പിക്കാം. കർത്താവിനോട് നമുക്ക് പറയാം. കർത്താവ്, കാരണം ദൈവം അറിയാതെ അല്ല ഇത് സംഭവിച്ചിരിക്കുന്നത്. ഈ പ്രശ്നം കഴിഞ്ഞ് 2 വർഷമായിട്ട് നിൽക്കുകയാണ്. അല്പമൊന്ന് ശാന്തമായിക്കൊണ്ടിരിക്കുമ്പോൾ പിന്നെയും പ്രതികൂലങ്ങൾ, പ്രശ്നങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ ഈ രീതിയിൽ പോയാൽ നമ്മൾ പിന്നെയും ഒരു ലോക്ക്ഡൗണിലേക്കും മറ്റ് പ്രശ്നങ്ങളിലേക്കൊക്കെ നീണ്ടുപോകാനുള്ള സാധ്യതകൾ, അല്ലെങ്കിൽ വീണുപോകാനുള്ള സാധ്യതകൾ വളരെയധികം വർദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തോട് ആത്മാർത്ഥമായി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളെ സഹായിക്കണം, ഞങ്ങളോട് കരുണ തോന്നണം. നമുക്കെല്ലാവർക്കും കുറവുകളുണ്ട്, വീഴ്ചകളുണ്ട്, പാപങ്ങളുണ്ട്. ഓരോ ദിവസത്തെയും വാർത്തകൾ, നമ്മൾ കാണുന്ന കേൾക്കുന്ന വാർത്തകൾ ഒട്ടും നന്മയുടെ വാർത്തകളല്ല കൂടുതലും വരുന്നത്. ഞാനതിനെപ്പറ്റി എണ്ണി പറയേണ്ട ആവശ്യമില്ല.
ഒരു സ്വയ നീതിമാനായിട്ട് ചമയുന്നത് കൊണ്ടും കാര്യമില്ല. കാരണം എല്ലാവരിലും കുറവുകളുണ്ട്, പറയുന്ന എന്നിലുമുണ്ട്, കേൾക്കുന്ന നിങ്ങളിലുമുണ്ട്, എല്ലാവരുടെയും ജീവിതത്തിൽ വീഴ്ചകളുണ്ട്. അങ്ങനെ ഒരു കാലത്തിലാണ് നമ്മളായിരിക്കുന്നത്. എങ്കിലും കഴിയുന്നിടത്തോളം പാപങ്ങളെ ഏറ്റുപറഞ്ഞ് നമുക്ക് ദൈവസന്നിധിയിൽ നിലവിളിക്കാം, പ്രാർത്ഥിക്കാം. ചില പാട്ടുകൾ പാടുവാൻ, ഒരുമിച്ച് പ്രാർത്ഥിപ്പാനായിട്ട് ഞാൻ ഈ സമയം വേർതിരിക്കുകയാണ്. അല്പസമയം ദൈവസന്നിധിയിൽ ആരാധിപ്പാനും ആഗ്രഹിക്കുന്നു. അതൊക്കെ പരിശുദ്ധാത്മാവ് നടത്തുന്ന പോലെ ആകട്ടെ എന്ന് ഞാൻ ചിന്തിക്കുകയാണ്. വാഴും ഞാൻ എൻ്റെ രക്ഷിതാവിൻ കൂടെ എപ്പോഴും, തൻ കൃപയിൽ ആശ്രയിക്കും എല്ലാ നാളും ഞാൻ. വാഴും ഞാൻ എൻ്റെ രക്ഷിതാവിൻ കൂടെ എപ്പോഴും, തൻ കൃപയിൽ ആശ്രയിക്കും എല്ലാ നാളും ഞാൻ. പാടും എന്നും ഞാൻ എൻ്റെ പ്രിയനാ, പാടും എന്നും ഞാൻ എൻ്റെ പ്രിയനായി. വാഴും ഞാൻ എൻ്റെ രക്ഷിതാവിൻ കൂടെ എപ്പോഴും, തൻ കൃപയിൽ ആശ്രയിക്കും എല്ലാ നാളും ഞാൻ. വാഴും ഞാൻ എൻ്റെ രക്ഷിതാവിൻ കൂടെ എപ്പോഴും, തൻ കൃപയിൽ ആശ്രയിക്കും എല്ലാ നാളും ഞാൻ. എൻ്റെ പ്രിയൻ വാനിൽ നിന്നെഴുന്നള്ളിടുന്ന മറ്റൊലി ഞാൻ കേട്ടിടുന്നു നാട്ടിലെങ്ങുമേ. എൻ്റെ പ്രിയൻ വാനിൽ നിന്നെഴുന്നള്ളിടുന്ന മറ്റൊലി ഞാൻ കേട്ടിടുന്നു നാട്ടിലെങ്ങുമേ. ക്ഷാമം ഭൂകമ്പം അതിനാരംഭം, ക്ഷാമം ഭൂകമ്പം അതിനാരംഭം. വാഴും ഞാൻ എൻ്റെ രക്ഷിതാവിൻ കൂടെ എപ്പോഴും, തൻ കൃപയിൽ ആശ്രയിക്കും എല്ലാ നാളും ഞാൻ. വാഴും ഞാൻ എൻ്റെ രക്ഷിതാവിൻ കൂടെ എപ്പോഴും, തൻ കൃപയിൽ ആശ്രയിക്കും എല്ലാ നാളും ഞാൻ. ക്ഷാമത്താലി ക്ഷോണിയെന്നും ക്ഷീണമാകുമ്പോ, എനിക്കെത്തിയിടാത്ത നിക്ഷേപം എൻ്റെ പ്രിയനിൽ. ക്ഷാമത്താലി ക്ഷോണിയെന്നും ക്ഷീണമാകുമ്പോ, എനിക്കെത്തിയിടാത്ത നിക്ഷേപം എൻ്റെ പ്രിയനിൽ. എന്നെ പോറ്റിടും എൻ്റെ രക്ഷകൻ, എന്നെ പോറ്റിടും എൻ്റെ രക്ഷകൻ. വാഴും ഞാൻ എൻ്റെ രക്ഷിതാവിൻ കൂടെ എപ്പോഴും, തൻ കൃപയിൽ ആശ്രയിക്കും എല്ലാ നാളും ഞാൻ. വാഴും ഞാൻ എൻ്റെ രക്ഷിതാവിൻ കൂടെ എപ്പോഴും, തൻ കൃപയിൽ ആശ്രയിക്കും എല്ലാ നാളും ഞാൻ. ഇന്നലേക്കാൾ ഇന്നു ഞാനൻ പ്രിയൻ നാടിനോ, ഏറ്റവും അടുത്തായത് എനിക്കെത്ര ആനന്ദം. ഇന്നലേക്കാൾ ഇന്നു ഞാനൻ പ്രിയൻ നാടിനോ, ഏറ്റവും അടുത്തായത് എനിക്കെത്ര ആനന്ദം. എൻ്റെ പ്രിയനെ ഒന്ന് കാണുവാൻ, എൻ്റെ പ്രിയനെ ഒന്ന് കാണുവാൻ. വാഴും ഞാൻ എൻ്റെ രക്ഷിതാവിൻ കൂടെ എപ്പോഴും, തൻ കൃപയിൽ ആശ്രയിക്കും എല്ലാ നാളും ഞാൻ. വാഴും ഞാൻ എൻ്റെ രക്ഷിതാവിൻ കൂടെ എപ്പോഴും, തൻ കൃപയിൽ ആശ്രയിക്കും എല്ലാ നാളും ഞാൻ. ഞാനിപ്പോൾ പാടുന്ന ഈ പാട്ട് എഴുതിയത് വേട്ടമല ഫിലിപ്പോസ് എന്ന് പറയുന്ന ഒരു ദേവദാസനാണ്. പലപ്പോഴും ആത്മീയ ഗീതങ്ങൾ പലതും ഭക്തന്മാരുടെ ജീവിതത്തിലെ അനുഭവങ്ങളിൽ നിന്നാണ് ഉണ്ടാവുന്നത്. ഇതിലെ ആദ്യത്തെ വരികൾ എന്ന് പറയുന്നത് ഇനി ഞാൻ പാടാൻ പോകുന്ന വരിയാണ്. അതിൽ നിന്നാണ് ബാക്കിയുള്ള വരികൾ പിന്നീട് അദ്ദേഹം എഴുതി ചേർക്കുന്നത്. അദ്ദേഹം ഒരിക്കൽ ഒരാറ്റിലൂടെ സഞ്ചരിക്കുമ്പോൾ അത് വള്ളത്തിൽ കയറി ഇങ്ങനെ യാത്ര ചെയ്യുകയാണ്.
ആ യാത്ര ചെയ്യുന്ന സമയത്ത് വള്ളം തൊഴിയുന്ന ആള് അല്പം അഹങ്കാരത്തോടെ വള്ളം തൊഴിയുകയാണ്. ശരിക്കും ആള് കയറിയിട്ടുണ്ട്. അപ്പോൾ വേട്ടമല ഫിലിപ്പോസ് എന്ന് പറയുന്ന ഈ ദേവദാസന് തന്റെ പ്രായം കൊണ്ടും പരിചയം കൊണ്ടും ഈ വള്ളക്കാരന്റെ ഈ അഭ്യാസം അത്ര ശരിയാവുന്നില്ല. വള്ളം മുങ്ങാനുള്ള സാധ്യതകളെല്ലാം ഉണ്ട് എന്നുള്ള ഒരു തിരിച്ചറിവില് വള്ളക്കാരനോട് കുറച്ചും കൂടെ സാവധാനമായിട്ട് തുഴഞ്ഞു പോകാനൊക്കെ പറയുമ്പോഴും അവന് പരിഹസിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ വള്ളം മുങ്ങുന്ന ഒരു സാഹചര്യം, വള്ളം മറിഞ്ഞ് ആളുകൾ മുങ്ങുന്ന ഒരു സാഹചര്യം വന്നു. പെട്ടെന്ന് അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടായ വരികളാണ് ഈ പാട്ടിന്റെ ആദ്യത്തെ വരികളായിട്ട് അദ്ദേഹം എഴുതുന്നത് അല്ലെങ്കിൽ പാടുന്നത്. പിന്നീട് ബാക്കിയുള്ള വരികൾ പിന്നീട് അദ്ദേഹം എഴുതി ചേർത്ത് പാട്ട് മലയാള ക്രൈസ്തവ ലോകത്തിനും ലോകമെങ്ങുമുള്ള ഭക്തന്മാർക്കുമായിട്ട് പിന്നീട് അത് സമർപ്പിക്കുകയും ആയിരങ്ങൾ ആ പാട്ട് പാടി, ഒരു പ്രത്യാശ ഗാനമാണ്, ആ പാട്ട് പാടി അനുഗ്രഹം പ്രാപിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വള്ളം അറിയുന്ന സന്ദർഭത്തിൽ അദ്ദേഹം പാടുന്ന വരികളാണ് ആദ്യത്തെ ഈ വരികൾ വരുന്നത്. ആ വരികളാണ് ഇതിന് ചേർത്ത് ഞാൻ പാടാൻ പോകുന്നത്. ഈ വാരിധിയിൻ വൻതിരയിൻ തള്ളലേറ്റു ഞാൻ മുങ്ങിടാതെ പ്രിയനെന്റെ ബോട്ടിലുണ്ടല്ലോ. ഈ വാരിധിയിൻ വൻതിരയിൻ തള്ളലേറ്റു ഞാൻ മുങ്ങിടാതെ പ്രിയനെന്റെ ബോട്ടിലുണ്ടല്ലോ. ഗാനം പാടിയൻ നാട്ടിലെത്തുമേ, ഗാനം പാടിയൻ നാട്ടിലെത്തുമേ. വാഴും ഞാൻ എൻ്റെ രക്ഷിതാവിൻ കൂടെ എപ്പോഴും, തൻ കൃപയിൽ ആശ്രയിക്കും എല്ലാ നാളും ഞാൻ. വാഴും ഞാൻ എൻ്റെ രക്ഷിതാവിൻ കൂടെ എപ്പോഴും, തൻ കൃപയിൽ ആശ്രയിക്കും എല്ലാ നാളും ഞാൻ. എന്റെ രക്ഷിതാവേ നിൻ വരവ് കാത്തു കാത്തു ഞാൻ. ഈ ദുഷ്ടലോകെ കഷ്ടതകൾ എത്ര ഏൽക്കണം. എന്റെ രക്ഷിതാവേ നിൻ വരവ് കാത്തു കാത്തു ഞാൻ. ഈ ദുഷ്ടലോകെ കഷ്ടതകൾ എത്ര ഏൽക്കണം. അങ്ങെ കാണുമ്പോൾ എൻ ദുഃഖം തീർന്നു പോകും. അങ്ങെ കാണുമ്പോൾ എൻ ദുഃഖം തീർന്നു പോകും. വാഴും ഞാൻ എൻ്റെ രക്ഷിതാവിൻ കൂടെ എപ്പോഴും, തൻ കൃപയിൽ ആശ്രയിക്കും എല്ലാ നാളും ഞാൻ. വാഴും ഞാൻ എൻ്റെ രക്ഷിതാവിൻ കൂടെ എപ്പോഴും, തൻ കൃപയിൽ ആശ്രയിക്കും എല്ലാ നാളും ഞാൻ. പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും ആദ്യമല്ല ഈ ലോകത്തിൽ, ഒന്നിനു പിറകെ ഒന്നായിട്ട് അത് വന്നിട്ടുണ്ട്. ഒന്നാം ലോക മഹായുദ്ധത്തിന്റെ കാലഘട്ടത്തിലും രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ കാലഘട്ടത്തിലുമൊക്കെ നമ്മുടെ നാട്ടില് ജനം വല്ലാത്ത പട്ടിണിയിലൂടെ കടന്നുപോയി. അന്ന് രോഗങ്ങളായിരുന്നില്ല വിഷയം, അന്ന് ആഹാരമില്ലായ്മയായിരുന്നു വിഷയം. അങ്ങനെ ആയിരങ്ങൾ മരിച്ചു വീഴുന്ന സാഹചര്യങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടായിട്ട്. ഇന്ന് ഭക്ഷണ പ്രശ്നം ഇല്ലാന്നും പറയുന്നില്ല, എങ്കിലും ബഹുഭൂരിപക്ഷത്തിന് ഭക്ഷണം ലഭിക്കുന്നുണ്ട്. ഇല്ലാത്ത കോടിക്കണക്കിന് ജനങ്ങളുള്ള ഒരു രാജ്യത്താണ് ജീവിക്കുന്നത് എനിക്കറിയാം. എങ്കിൽ ഞാൻ ഉൾപ്പെട്ട് നിൽക്കുന്ന കേരള സംസ്ഥാനം അടക്കമുള്ളിടത്ത് അത്ര പ്രകടമായ തോതിൽ പട്ടിണി ഇല്ല, എന്നാൽ ഇല്ലാതെ ഇല്ല, എന്നാൽ ബഹുഭൂരിപക്ഷത്തിനും ആഹാരം ലഭിക്കുന്നു എന്നാണ് വിശ്വസിക്കുന്നത്. സർക്കാർ സംവിധാനങ്ങൾ വഴിയും റേഷൻ കടകളിലൂടെ ഒക്കെ അത്യാവശ്യമുള്ള ആഹാരം ആളുകൾക്ക് ലഭിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്ത്യ മൊത്തത്തിലെടുക്കുമ്പോൾ അങ്ങനെ ഉണ്ടാകണം എന്നില്ല. ഞാൻ കേരളത്തിന് സാഹചര്യം വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. എങ്കിലും ഇന്ന് രോഗം മനുഷ്യനെ പീഡിപ്പിക്കുന്നത് പോലെ അല്ലെങ്കിൽ ഭയപ്പെടുത്തുന്നത് പോലെ ഭക്ഷണം മനുഷ്യന് പ്രയാസമാവുന്നില്ല. എന്നാൽ ഒരു കാലഘട്ടത്തിൽ ഭക്ഷണം വലിയ പ്രശ്നമായി. അതുപോലെ തന്നെ കോളറ മുതലായിട്ടുള്ള രോഗങ്ങൾ ഒരു കാലഘട്ടത്തിൽ ആയിരങ്ങളെ നക്കി തുടച്ചു, അല്ലെങ്കിൽ മരണം മൂലം നക്കി തുടച്ച് മാറ്റിയതായ സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഗുജറാത്ത് പോലുള്ളതായ ചില സ്റ്റേറ്റുകളിൽ പണ്ട് പ്ലേഗ് ആയിരങ്ങളെ കൊന്നൊടുക്കിയതായിട്ട് നമുക്ക് കാണുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ കൊറോണ എന്ന് പറയുന്നത്
ഇന്ന് നമുക്കൊരു പ്രയാസമാണ് എങ്കിൽ തന്നെയും ഇതിന് സമാനമായ പ്രശ്നങ്ങൾ എല്ലാ കാലഘട്ടങ്ങളിലും 10, 20, 30, 40 വർഷം കൂടുമ്പോൾ മനുഷ്യൻ നേരിട്ടിട്ടുണ്ട്. അപ്പം അതിൻ്റെ എല്ലാ നടുവിൽ എല്ലാ കാലഘട്ടത്തിലും ഒരു പരിഹാരം ദൈവികമായിട്ട് വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഈ പ്രശ്നത്തിന് നടുവിലും ഒരു പരിഹാരം തരുവാൻ ദൈവത്തിന് കഴിയും. അപ്പൊ ദൈവം ആഗ്രഹിക്കുന്ന നിലയിലേക്ക് മനുഷ്യൻ എത്തുമ്പോൾ ഇതിനകത്തൊരു പരിഹാരം ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ ആ ഒരു നിലയിലേക്കിട്ട് ആളുകളെ പരീക്ഷിച്ച് നശിപ്പിക്കുന്ന ഒരു ദൈവമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. എങ്കിലും ഇതിൻ്റെ എല്ലാം പിറകിൽ ഒരു ദൈവഹിതമുണ്ട് എന്ന് ഞാൻ ചിന്തിക്കുന്നു. ദൈവത്തിന് എന്തോ ചില ഉദ്ദേശ്യങ്ങളുണ്ട് എന്ന് ഞാൻ ചിന്തിക്കുന്നു. ആത്യന്തികമായി മരണമെന്നും ദൈവത്തിനൊരു വിഷയമല്ല. കാരണം ആത്മാവ് മരിക്കുന്നില്ല, ആത്മാവ് ദൈവസന്നിധിയിലേക്ക് എത്തുകയാണ്. നമ്മളിവിടെ ഈ കൊറോണ ഒന്നും പിടിച്ചില്ല എങ്കിലും മറ്റ് പ്രയാസങ്ങളുണ്ടെങ്കിൽ ഇല്ലെങ്കിലും നമ്മളെല്ലാവരും ഇന്നല്ലെങ്കിൽ നാളെ ഈ ഭൂമിയിൽ നിന്ന് പോകേണ്ടവരാണ്. അപ്പോഴും ഈ ശരീരമേ നശിക്കുന്നുള്ളൂ, ആത്മാവ് നശിക്കുന്നില്ല. അപ്പം അതുകൊണ്ട് ആത്യന്തികമായി നമുക്കങ്ങനെ വലിയ നഷ്ടങ്ങളൊന്നുമില്ല. എങ്കിലും മരണം ദുഃഖകരമാണ്, വേദനാജനകമാണ്. അത് ഒഴിവായി വരാൻ നമ്മൾ ആഗ്രഹിക്കുന്നു. ഈ ഭയത്തിൽ നിന്ന് നമ്മൾ വിടുതൽ പ്രാപിക്കേണ്ടതായിട്ടുണ്ട്. അതിനെല്ലാം നമുക്കിതിനൊന്നും പരിഹാരം അറിയാത്തത് കൊണ്ട് ദൈവത്തോട് നിലവിളിക്കുക, ദൈവസന്നിധി പ്രാർത്ഥിക്കുക, അതാണ് ചെയ്യാനായിട്ടുള്ളത്. ആ ഒരു നിലയിലാണ് ഇന്ന് രാത്രി ചില നിമിഷങ്ങൾ ദൈവത്തെ സ്തുതിക്കുവാനും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ഞാൻ സമയം വേർതിരിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. ചില പാട്ടുകൾ ഒരുമിച്ച് പാടുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ഇനി ഈ പാട്ടുകൾ നിങ്ങൾക്ക് അറിയാവുന്നവർ എന്നോട് ചേർന്ന് പാടണമേ എന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു. കുശവന്റെ കൈയിൽ കളിമണ്ണു പോൽ തന്നിടുന്നു എന്നെ തൃക്കരങ്ങളിൽ. അപ്പാ കുശവന്റെ കൈയിൽ കളിമണ്ണു പോൽ തന്നിടുന്നു എന്നെ തൃക്കരങ്ങളിൽ. മെനഞ്ഞിടണമേ വാർത്തെടുക്കണേ ദിവ്യഗീതം പോലെ ഏഴയാമെന്നെ. ഓ മെനഞ്ഞിടണമേ വാർത്തെടുക്കണേ ദിവ്യഗീതം പോലെ ഏഴയാമെന്നെ. ആപത്തുവേളകളിൽ ആനന്ദവേളകളിൽ അകലാത്ത എൻ യേശുവേ, അങ്ങയുടെ പാദം കുമ്പിടുന്നു ഞാൻ. അകലാത്ത എൻ യേശുവേ, അങ്ങയുടെ പാദം കുമ്പിടുന്നു ഞാൻ. എനിക്കായി മുറിവേറ്റ തൃക്കരങ്ങൾ എൻ ശിരസിൽ വെച്ചാശീർവദിക്കണേ. എനിക്കായി മുറിവേറ്റ തൃക്കരങ്ങൾ എൻ ശിരസിൽ വെച്ചാശീർവദിക്കണേ. അങ്ങയുടെ ആത്മാവിന ഏഴയെ അഭിഷേകം ചെയ്ത നുഗ്രഹിക്കണേ. അങ്ങയുടെ ആത്മാവിനാലേഴയെ അഭിഷേകം ചെയ്ത നുഗ്രഹിക്കണേ. ആപത്തുവേളകളിൽ ആനന്ദവേളകളിൽ അകലാത്ത എൻ യേശുവേ, അങ്ങയുടെ പാദം കുമ്പിടുന്നു ഞാൻ. ഓ അകലാത്ത എൻ യേശുവേ, അങ്ങയുടെ പാദം കുമ്പിടുന്നു ഞാൻ. കഷ്ടതയുടെ കയ്പുനീരിൻ പാത്രവും അങ്ങ് എൻ കരങ്ങൾ കുടിപ്പാൻ തന്നാ. ഓ കഷ്ടതയുടെ കയ്പുനീരിൻ പാത്രവും അങ്ങ് എൻ കരങ്ങൾ കുടിപ്പാൻ തന്നാ. ചോദ്യം ചെയ്യാതെ വാങ്ങിപ്പാനം ചെയ്യുവാൻ തിരുകൃപ എന്നിൽ പകരണമേ.
ചോദ്യം ചെയ്യാതെ വാങ്ങിപ്പാനം ചെയ്യുവാൻ തിരുകൃപ എന്നിൽ പകരണമേ. ആപത്തു വേളകളിൽ ആനന്ദവേളകളിൽ അകലാത്തയൻ യേശുവേ, അങ്ങയുടെ പാദം കുമ്പിടുന്നു ഞാൻ. അകലാത്തയൻ യേശുവേ, അങ്ങയുടെ പാദം കുമ്പിടുന്നു ഞാൻ. എന്റെ ഗീതം പോലെ നടത്തരുതേ, തിരുഗീതം പോലെ നയിക്കണമേ. അപ്പ എന്റെ ഗീതം പോലെ നടത്തരുതേ, തിരുഗീതം പോലെ നയിക്കണമേ. ജീവിത പാതയിൽ പതറിടാതെ ഭവനത്തിൽ എത്തുവോളം, ഓ ജീവിത പാതയിൽ പതറിടാതെ ഭവനത്തിൽ എത്തുവോളം, ആപത്തു വേളകളിൽ ആനന്ദവേളകളിൽ അകലാത്തയൻ യേശുവേ, അങ്ങയുടെ പാദം കുമ്പിടുന്നു ഞാൻ. ഓ അകലാത്തയൻ യേശുവേ, അങ്ങയുടെ പാദം കുമ്പിടുന്നു ഞാൻ. ഈ പാട്ടിലെ വരികൾ പോലെ ആപത്ത് വേളകളിലാണെങ്കിലും ആനന്ദവേളകളിലാണെങ്കിലും ഏത് സാഹചര്യത്തിലാണെങ്കിലും യേശു കൈവിടത്തില്ല, യേശു ഉപേക്ഷിക്കത്തില്ല. ഞാൻ നിങ്ങളെ ഒരിക്കലും അനാഥരായി വിടുകയില്ല എന്ന് അവൻ്റെ വാഗ്ദത്വമുണ്ട്. വാഗ്ദത്തം ചെയ്ത കർത്താവ് വിശ്വസ്തനാണ്. പ്രയാസങ്ങൾ ഇല്ല എന്നല്ല, പ്രതികൂലങ്ങൾ വരത്തില്ല എന്നല്ല. എന്നാൽ പ്രയാസത്തിൻ്റെയും പ്രതികൂലങ്ങളുടെയും പ്രശ്നങ്ങളുടെയും നടുവിൽ യേശു നമ്മുടെ അരികിൽ വരും. പ്രശ്നങ്ങളെ, പ്രതികൂലങ്ങളെ അവൻ പൂർണ്ണമായിട്ട് ഇല്ലാതാക്കി തരും. തൻ്റെ ശിഷ്യന്മാര് ഗലീല കടലിൽ അവരാ പടകിൽ ആഞ്ഞടിച്ചതായ കൊടുങ്കാറ്റിന്റെ നടുവിൽ വല്ലാതെ ഭാരപ്പെടുന്നു. അവരെ ജീവിതത്തിൽ അവർ നേരിട്ടിട്ടുള്ള പ്രശ്നങ്ങളിൽ ഏറ്റവും വലിയൊരു പ്രശ്നം അവർ നേരിട്ടുകൊണ്ടിരിക്കുന്നു. അവരുടെ നടുവിൽ എഴുന്നേറ്റ് നിന്ന് അവരെ അലട്ടിയതായ ആ കൊടുങ്കാറ്റിനെ, ആ തിരകളെ ശാന്തമാക്കി അവരാഗ്രഹിച്ച തുറമുഖത്ത് അല്ലെങ്കിൽ അവരാഗ്രഹിച്ച തീരത്ത് അവരെ എത്തിച്ച കർത്താവ് ഇന്നും ഈ പ്രശ്നങ്ങളുടെ നടുവിലും എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, നിങ്ങളിപ്പോൾ നേരിടുന്ന ഏത് സങ്കീർണമായിരിക്കുന്ന പ്രശ്നങ്ങളെയും പൂർണ്ണമായിട്ട് പരിഹരിക്കാൻ നമ്മുടെ കർത്താവിന് കഴിയും, നമ്മുടെ ദൈവത്തിന് കഴിയും, രക്ഷകൻ കഴിയും. നമ്മുടെ ദൈവമെന്ന് ഞാൻ പറയുമ്പോൾ സർവമാന മനുഷ്യരുടെയും ദൈവം. ഞാൻ ആ ദൈവത്തെ പരിചയപ്പെട്ടത് മനസ്സിലാക്കിയത് യേശു ക്രിസ്തുവിലൂടെയാണ്. അതുകൊണ്ട് ഞാൻ യേശു ക്രിസ്തു മൂലം ആ നിലയിൽ സംസാരിക്കുമ്പോൾ എനിക്ക് ഉറപ്പുണ്ട് അത് നിങ്ങളുടെ ദൈവമാണ്, നിങ്ങളുടെ രക്ഷകനാണ്. ഇന്ന് നിങ്ങളായിരിക്കുന്ന ഇടത്തിൽ നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരുപക്ഷെ നിങ്ങൾ കേവലം കാഴ്ചക്കാരായിട്ടിരിക്കുകയാണെങ്കിൽ പോലും എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, യേശു നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം തരും. യേശു നിങ്ങൾക്ക് വേണ്ടി ഒരു അത്ഭുതം ചെയ്യും. എൻ്റെ ജീവിതത്തിൽ ഞാനത് അനുഭവിച്ചിട്ടുള്ളതാണ്. ഇന്നും എനിക്ക് പ്രശ്നങ്ങളുണ്ട്, പ്രശ്നങ്ങളില്ല എന്നുള്ളതല്ല. ജീവിതകാലം മുഴുവനും പ്രശ്നങ്ങൾ മനുഷ്യനുണ്ടാവും, ഇല്ല എന്ന് പറയുന്നില്ല. മനുഷ്യനാണോ, പ്രശ്നങ്ങളുണ്ടാവും. എന്നാൽ പ്രശ്നങ്ങളെ തരണം ചെയ്യുവാൻ, പ്രതിസന്ധികളെ ഓവർകം ചെയ്യുവാൻ, പ്രതിസന്ധികൾക്ക് മീതെ പറക്കാൻ കർത്താവ് നമ്മെ സഹായിക്കും. പഴയ നിയമത്തില്, വേദപുസ്തകത്തില് പെരുവെള്ളങ്ങളെ രണ്ടാക്കി മാറ്റിയതായ ദൈവപ്രവൃത്തി നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ യേശു ക്രിസ്തു ചെയ്തത് പെരുവെള്ളത്തിന് മീതെ താൻ നടന്നു പോവുകയാണ്. അപ്പൊ നോക്കുക, ഒരുപക്ഷെ പ്രശ്നങ്ങൾ മാറിപ്പോകുന്നതാണ് നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യം. എന്നാൽ
ദൈവം പ്രശ്നങ്ങളെ മാറ്റിത്തരും. എന്നാൽ പ്രശ്നങ്ങൾ ഒരു പ്രശ്നമേ അല്ല എന്ന നിലയിൽ ആ പ്രശ്നങ്ങൾക്ക് മീതെ നടത്താൻ ദൈവത്തിന് സാധിക്കും. പ്രശ്നം താഴെ ഉണ്ടാവാം, എന്നാൽ ആ പ്രശ്നത്തിന്റെ മീതെ, കടലിലെ തിരകളുടെ മീതെ നടന്നുപോയതുപോലെ കർത്താവ് നമ്മെ നടത്തും. ഹല്ലേലൂയ. രാജാക്കന്മാരുടെ രാജാവേ, നിന്റെ രാജ്യം വരേണമേ. നേതാക്കന്മാരുടെ നേതാവേ, നിന്റെ നന്മ നിറയണമേ. രാജാക്കന്മാരുടെ രാജാവേ, നിന്റെ രാജ്യം വരേണമേ. നേതാക്കന്മാരുടെ നേതാവേ, നിന്റെ നന്മ നിറയണമേ. രാജാതി രാജാവ്, കർത്താതി കർത്താവ്, ദേവാദിദേവൻ യേശു പ്രതിസന്ധികളുടെ മീതെ നടക്കാൻ, പ്രശ്നങ്ങളെ ചവിട്ടി മെതിച്ച് മുന്നോട്ട് പോകാൻ നമ്മെ സഹായിക്കും. നമുക്ക് അവനെ സ്തുതിക്കാം. നാം നേരിടുന്ന ഈ വലിയ പ്രയാസങ്ങളുടെ നടുവിൽ, പ്രശ്നങ്ങളുടെ നടുവിൽ, ഓരോ ദിവസവും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന പ്രതികൂലങ്ങളുടെ നടുവിൽ, പ്രശ്നങ്ങളുടെ നടുവിൽ, കഷ്ടതകളുടെ നടുവിൽ ദൈവമേ ഒരു പരിഹാരം അങ്ങനെക്ക് നൽകണമേ എന്ന് ആത്മാർത്ഥമായി നമുക്കും പ്രാർത്ഥിക്കാം. ഇത്തരണത്തിൽ 13-ാം സങ്കീർത്തനം വായിപ്പാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. പഴയ നിയമത്തിലെ സങ്കീർത്തന പുസ്തകത്തിലെ 13-ാമത്തെ സങ്കീർത്തനം ഒന്ന് വായിപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഭക്തനായ ദാവീദ് അതിനകത്ത് ഇങ്ങനെ പറയുന്നു, 13-ാം സങ്കീർത്തനം: യഹോവേ, എത്രത്തോളം നീ എന്നെ മറന്നുകൊണ്ടിരിക്കും, നീ എത്രത്തോളം നിന്റെ മുഖത്തെ ഞാൻ കാണാതെ വണ്ണം മറയ്ക്കും. ഭക്തന് നിരാശയാണ്. നീ എത്രത്തോളം മറന്നു കളയും എന്നെ, ഞാൻ എത്രത്തോളം നിന്റെ മുഖത്തേക്ക് നോക്കി നിന്നെ വിളിക്കുന്നു, പക്ഷെ നീ കേൾക്കുന്നില്ലല്ലോ എന്ന നിലയിൽ ചോദിക്കുകയാണ്. എത്രത്തോളം ഞാൻ എൻ്റെ ഉള്ളിൽ വിചാരം പിടിച്ച് എൻ്റെ ഹൃദയത്തിൽ ദിവസം പ്രതി ദുഃഖം അനുഭവിക്കേണ്ടി വരും. എത്രത്തോളം എൻ്റെ ശത്രു എൻ്റെ മേൽ ഉയർന്നിരിക്കും. എൻ്റെ ദൈവമായ യഹോവേ, കടാക്ഷിക്കണമേ, എനിക്ക് ഉത്തരം അരുളണമേ. ഞാൻ മരണനിദ്ര പ്രാപിക്കാതിരിപ്പാൻ എൻ്റെ കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ. മരണഭയം കൂടെ ഈ മനുഷ്യനെ പിടിച്ചിരിക്കുകയാണ്. ഞാൻ അവനെ തോൽപ്പിച്ചു കളഞ്ഞു എന്ന് എൻ്റെ ശത്രു പറയരുതേ. ഞാൻ ഭ്രമിച്ചു പോകുന്നതിനാൽ എൻ്റെ വൈരികൾ ഉല്ലസിക്കുകയും അരുതേ. ഞാനോ നിന്റെ കരുണയിൽ ആശ്രയിക്കുന്നു, എൻ്റെ ഹൃദയം നിന്റെ രക്ഷയിൽ ആനന്ദിക്കും. 6 വാക്യങ്ങളുള്ള ഈ സങ്കീർത്തനത്തിന്റെ അവസാനത്തെ വാക്യം നോക്കുക. ഈ 4 വാക്യങ്ങളിലും പരാതിയാണ്. 5-ാം വാക്യത്തിലാണ് ഒരു ചെറിയ പ്രത്യാശയിലേക്ക് വരുന്നത്. എന്നാൽ 6-ാം വാക്യം ഈ സങ്കീർത്തനം അവസാനിക്കുമ്പോൾ ഇങ്ങനെയാണ് പറയുന്നത്: യഹോവ എനിക്ക് നന്മ ചെയ്തിരിക്കുന്നതുകൊണ്ട്, യഹോവ എനിക്ക് നന്മ ചെയ്തിരിക്കൊണ്ട് ഞാൻ അവന് പാട്ടുപാടും. നോക്കുക, 4 വാക്യങ്ങൾ നിറയെ പരാതികൾ മാത്രമായിരുന്നു ഭക്തനായ ദാവീദിന് പറയാനുള്ളത്. നോക്കുക, ഈ വരികളെല്ലാം ഒരു ദിവസം ഏതെങ്കിലും ഒരു റൂമിൽ അടച്ചിട്ടിരുന്നങ്ങ് എഴുതുകയല്ല. ഈ സിനിമയിലും നാടകത്തിനുമൊക്കെ പാട്ട് എഴുതുന്ന പോലെ, അല്ലെങ്കിൽ ഏതെങ്കിലും കാര്യങ്ങൾ പറഞ്ഞിട്ട് കവികൾ പെട്ടെന്ന് അവർക്ക് ഒരു കവിത എഴുതി കൊടുക്കണം, പാട്ട് എഴുതി കൊടുക്കണം എന്നൊക്കെ പറയുമ്പോൾ പെട്ടെന്ന് തയ്യാറാക്കുന്ന പോലെ തട്ടിക്കൂട്ടി എഴുതുന്ന ഇതല്ല സങ്കീർത്തനങ്ങൾ. പല ആഴ്ചകളിലൂടെ, പല മാസങ്ങളിലൂടെ, പല വർഷങ്ങളിലൂടെ എഴുതി ചേർത്ത സങ്കീർത്തനത്തിന്റെ പാട്ടുകളാണ്, ഭക്തന്റെ പാട്ടുകളാണ്, ഭക്തന്മാരുടെ പാട്ടുകളാണ് സങ്കീർത്തനങ്ങൾ എന്ന നിലയിൽ വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ 4 വാക്യങ്ങളിൽ പരാതികൾ മാത്രം പറയുന്ന, കഷ്ടതകൾ ദൈവം എന്നെ മറന്നു കളഞ്ഞു എന്ന് പറയുന്ന ദാവീദ് 5-ാം വാക്യത്തിൽ പ്രതീക്ഷയിലേക്ക് വരുന്നു, നിന്റെ കരുണയിൽ ഞാൻ ആശ്രയിക്കുന്നു എന്ന് പറയുന്നു. 6-ാം വാക്യത്തിൽ താൻ പറയുകയാണ്, യഹോവ അഥവാ എൻ്റെ ദൈവം എനിക്ക് നന്മ ചെയ്തിരിക്കുന്നുകൊണ്ട് ഞാൻ അവന് പാട്ടുപാടും. അപ്പം അതിൻ്റെ അർത്ഥം പരാതികളുടെ, പരിഭവങ്ങളുടെ നീണ്ട ദിവസങ്ങൾക്കും മാസങ്ങൾക്കും വർഷങ്ങൾക്കും ശേഷം ദൈവത്താൽ ലഭിച്ച, ദൈവം ചെയ്ത നന്മകളെ കുറിച്ച് മനസ്സിലാക്കുന്ന ദാവീദ് അവന് പാട്ടുപാടാൻ തുടങ്ങിയാണ്. നിങ്ങളിൽ സുഖം അനുഭവിക്കുന്നവൻ പാട്ടുപാടട്ടെ എന്ന്
സങ്കീർത്തനത്തിൽ, വേദപുസ്തകത്തിൽ ദൈവത്തിൻ്റെ വചനമുണ്ട്. കഷ്ടതയിലിരിക്കുന്നവൻ പ്രാർത്ഥിക്കട്ടെ എന്നും. എന്നാൽ കഷ്ടതയിലും പാടുവാൻ, കഷ്ടതയിലും പാടുന്ന ഭക്തന്മാരുണ്ട്. മലയാളത്തിലെ പ്രസിദ്ധമായ ക്രൈസ്തവ ഗാനങ്ങളിലൊന്നാണ്, അതിലൊരു വരിയാണിങ്ങനെ: കഷ്ടതയിലും പാടുവാൻ, നഷ്ടമതിൽ കൊണ്ടാടുവാൻ, നിന്റെ സഹായം നൽകുക എന്റെ മഹാപുരോഹിത, നിന്റെ സഹായം നൽകുക എന്റെ മഹാപുരോഹിത. കഷ്ടതയിലും പാടുവാൻ, നഷ്ടമതിൽ കൊണ്ടാടുവാൻ, നിന്റെ സഹായം നൽകുക എന്റെ മഹാപുരോഹിത. ഓ, നിന്റെ സഹായം നൽകുക എന്റെ മഹാപുരോഹിത. കഷ്ടതകളുടെ നടുവിലും പാട്ടുപാടാനായിട്ട് കഴിയുന്നത് ദൈവത്തിൽ അടിയുറച്ച് വിശ്വാസമുള്ള ഭക്തന്മാർക്ക് അതിന് സാധിക്കും. എല്ലാവർക്കും അതിന് കഴിയണമെന്നില്ല. പറഞ്ഞുകൊണ്ടിരിക്കുന്ന എനിക്കും അതിന് സാധിക്കുന്നില്ല. എന്നാൽ ആഴമേറിയ വിശ്വാസമുള്ള ഭക്തന്മാർ കഷ്ടതയുടെ നടുവിൽ പാടിയിട്ടുണ്ട്. കേരളക്കര മുഴുവനും ഇന്നും ബഹുമാനത്തോടെ ഓർക്കുന്ന ഭക്തനാണ് സാധു കൊച്ചുകുഞ്ഞു ഉപദേശി. അദ്ദേഹം തമിഴ്നാട്ടിലെ പ്രവർത്തനങ്ങളെല്ലാം കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ തൻ്റെ മകൻ ശമുവേൽകുട്ടി എന്ന് പറയുന്ന തൻ്റെ മകൻ മരിച്ചു കിടക്കുന്ന വാർത്ത, അല്ലെങ്കിൽ മരിച്ച വാർത്ത അറിയുമ്പോൾ അദ്ദേഹം പാടിയ പാട്ട് ഇന്നും എത്രയോ നൂറ്റാണ്ടുകളായി, അല്ലെങ്കിൽ എത്രയോ ദശാബ്ദങ്ങളായി മലയാളക്കരയെ സന്തോഷിപ്പിക്കുന്നു. ദുഃഖത്തിൻ്റെ പാനപാത്രം കർത്താവെന്റെ കയ്യിൽ തന്ന, ദുഃഖത്തിൻ്റെ പാനപാത്രം കർത്താവെന്റെ കയ്യിൽ തന്ന, സന്തോഷത്തോടതു വാങ്ങി ഹല്ലേലൂയ പാടിയിടും ഞാൻ, സന്തോഷത്തോടതു വാങ്ങി ഹല്ലേലൂയ പാടിയിടും ഞാൻ. ദോഷമായിട്ടെന്നോടൊന്നും എന്റെ താതൻ ചെയ്യുകയില്ല, ദോഷമായിട്ടൊന്നും എന്റെ താതൻ ചെയ്യുകയില്ല. എന്നെ അവൻ അടിച്ചാലും അവൻ എന്നെ സ്നേഹിക്കുന്നു, എന്നെ അവൻ അടിച്ചാലും അവൻ എന്നെ സ്നേഹിക്കുന്നു. എന്നാൽ ഈ ഒരു ആഴമേറിയ അറിവ് ഇന്ന് ബഹുഭൂരിപക്ഷം ജനത്തിനുമില്ല. അത് കർത്താവ് തരുന്ന പാനപാത്രം ഒരുപക്ഷെ ദുഃഖത്തിൻ്റെതാണെങ്കിലും സന്തോഷത്തോടെ അത് വാങ്ങി പാട്ടുപാടാൻ കഴിവുള്ളവർ ഇന്ന് വളരെ കുറവാണ്. ഞാനിത് നിങ്ങളോട് പറയുമ്പോൾ എനിക്കതിന് കഴിയുമെന്ന് എനിക്ക് വിശ്വാസമില്ല. എങ്കിലും അതിനെക്കുറിച്ച് അതിനുവേണ്ടിയാണ് ഞാനും ആഗ്രഹിക്കുന്നത്. എന്നാലൊരു കാലത്തിൽ ആ നിലയിലുള്ള ഭക്തന്മാർ ഇവിടെ ഉണ്ടായിരുന്നു. ഇന്നും ഇല്ലാതെ ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു, ഇന്നും ഉണ്ടാവാം. പക്ഷേ ദുഃഖങ്ങൾ വേണ്ട, ഭാരങ്ങൾ വേണ്ട, എല്ലാം ആനന്ദം മതി എന്ന് പറയുന്ന ഒരു സമൂഹത്തിലാണ് നാം ഇപ്പോൾ ആയിരിക്കുന്നത്. പ്രശ്നങ്ങൾ വരുമ്പോഴത്തേക്കും നശിച്ചു പോകുന്ന, തകർന്നു പോകുന്ന വിശ്വാസമുള്ളവരാണ് പലരും. എന്നാൽ അങ്ങനെയല്ല. ആഴമേറിയ വിശ്വാസം കർത്താവിലുള്ളൂ. കാരണം എന്ത് സംഭവിച്ചാൽ, എന്തെല്ലാം വന്നാലും
ഏതെല്ലാം സാഹചര്യത്തിലൂടെ കടന്നുപോയാൽ കർത്താവ് നമ്മെ കൈവിടത്തില്ല, ഉപേക്ഷിക്കുകയില്ല എന്നുള്ള ഉറപ്പും ധൈര്യവും ഭക്തന്മാരുടെ ജീവിതത്തിലുണ്ടായിരിക്കണം. പൗലോസ് അപ്പോസ്തലൻ പറയുന്നതായുള്ള ഒരു പ്രസ്താവന, അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ ചില വാക്കുകൾ ദൈവജനത്തിലുള്ളത് ഞാൻ വായിക്കാൻ ആഗ്രഹിക്കുകയാണ്. അത് റോമാലേഖനം, ബൈബിളിലെ പുതിയ നിയമം, അതിലെ റോമാലേഖനം 8-ാം അധ്യായത്തിന്റെ 31 മുതലുള്ള വാക്യങ്ങൾ. ഇത് സംബന്ധിച്ച് നാം എന്തു പറയേണ്ടു? ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ നമുക്ക് പ്രതികൂലമാ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ഭക്തന്മാരെ, പ്രിയപ്പെട്ട ജനമേ, ഓർക്കുക, ദൈവം നിങ്ങൾക്ക് അനുകൂലമാണ്. നിങ്ങൾ പറയണം, ദൈവം എനിക്ക് അനുകൂലമാണ്. ആരെല്ലാം എനിക്ക് പ്രതികൂലമാണെങ്കിലും, ഏതെല്ലാം സാഹചര്യം എനിക്ക് പ്രതികൂലമാണെങ്കിലും, എൻ്റെ ജീവിതത്തിൽ വരുന്ന പ്രശ്നങ്ങൾ, രോഗങ്ങൾ, കടങ്ങൾ, ഞെരുക്കങ്ങൾ, ബുദ്ധിമുട്ടുകൾ, പരിഹാസങ്ങൾ എല്ലാം ഒരു വൻമല പോലെ എനിക്ക് മീതെ ഉയർന്നു നിന്നാലും അതിനും മീതെ എന്നെ ഉയർത്താൻ സർവശക്തനാണ് എൻ്റെ ദൈവം. ആ പ്രശ്നങ്ങൾക്ക് മീതെ എനിക്ക് വേണ്ടി ഒരു അത്ഭുതം ചെയ്യാൻ എൻ്റെ ദൈവം സർവശക്തനാണ്. അത് നമ്മൾ കണ്ടിട്ടില്ലേ? നമ്മൾ വാഹനമൊക്കെ ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ ചെറിയ പക്ഷികൾ ആ വാഹനത്തിൻ്റെയൊക്കെ മുമ്പിലൂടെ ഇങ്ങനെ പറന്നു പോകുമ്പോൾ അത് പെട്ടെന്ന് ഇടിക്കുമെന്ന് തോന്നിയാൽ, നമ്മൾ ഇടിക്കുമെന്ന് തോന്നിയാൽ അത് പെട്ടെന്ന് അതിന് മീതെ പറന്നു പോകും. കാരണം അതിൻ്റെ കുഞ്ഞു ചിറകുകളാണുള്ളത്. ആ കുഞ്ഞു ചിറകാണെങ്കിൽ തന്നെയും അതിന് ഒരു ഉറപ്പുണ്ട്. ആ സൃഷ്ടാവ് അവർക്ക് നൽകിയിരിക്കുന്ന ആ ചിറകുകൾ ആഞ്ഞൊന്ന് വീശുമ്പോൾ, കാറാണെങ്കിലും ബസ്സാണെങ്കിലും അതിനൊക്കെ മീതെ പറക്കാൻ ദൈവം അവരെ സഹായിക്കുമെന്ന് ഉറപ്പ് ആ ചെറിയ പക്ഷികൾക്കുണ്ടെങ്കിൽ, നോക്കുക, ദൈവത്തിന്റെ വചനം പറയുന്നു, സ്വന്തം പുത്രൻ ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ നമുക്ക് പ്രതികൂലമാണ്. സകലതും തന്റെ വാക്കുകൊണ്ട് സൃഷ്ടിച്ച, ഈ പ്രപഞ്ചത്തെ മുഴുവനും ഒരു വാക്കുകൊണ്ട് നിർമ്മിച്ച സർവശക്തനായ ദൈവം എൽ ഷദായ്, അവൻ നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ, നമുക്ക് അനുകൂലമാണെങ്കിൽ നമുക്ക് പ്രതികൂലമില്ല. കൊറോണയാകലും, കോവിഡ് ആണെങ്കിലും, അതേ കടമാണെങ്കിലും, ഞെരുക്കമാണെങ്കിലും, പ്രശ്നങ്ങളാണെങ്കിലും, നാളത്തെ ദിവസം എങ്ങനെ നേരിടുമെന്ന് ഓർത്ത് ഭാരപ്പെടുന്ന അനേക പ്രശ്നങ്ങൾ എന്നെയും നിങ്ങളെയും ഒലച്ചാലും ഓർക്കുക, ഈ വചനം ഉറപ്പിക്കണം, ദൈവം എനിക്ക് അനുകൂലമാണ്. എന്റെ ദൈവം എനിക്ക് അനുകൂലമാണെങ്കിൽ എനിക്ക് പ്രതികൂല ഇല്ല. ദൈവം എനിക്ക് അനുകൂലമെങ്കിൽ, ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ നമുക്ക് പ്രതികൂലം സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ സകലവും നമുക്ക് നൽകാതിരിക്കുമോ? ദൈവം തിരഞ്ഞെടുത്തവരെ ആർ കുറ്റം ചുമത്തും? നീതീകരിക്കുന്നവൻ ദൈവം, ശിക്ഷ വിധിക്കുന്നവൻ ആർ? ക്രിസ്തുയേശു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവൻ തന്നെ. അവൻ ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുകയും നമുക്ക് വേണ്ടി പക്ഷവാദം കഴിക്കുകയും ചെയ്യുന്നു. ആ ഉറപ്പും ധൈര്യവും നമുക്ക് ബലം നൽകണം. കാരണം എനിക്ക് ഉയരത്തിൽ ഒരാളുണ്ട്. പിതാവായ ദൈവത്തിന്റെ സന്നിധിയിൽ എൻ്റെ രക്ഷകൻ എനിക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുന്നുണ്ട്. എൻ്റെ സങ്കടങ്ങൾ, എൻ്റെ പ്രശ്നങ്ങൾ, എൻ്റെ പ്രതിസന്ധികൾ, അതിൻ്റെയൊക്കെ നടുവിൽ ഞാൻ വല്ലാതെ കുഴങ്ങുമ്പോഴും ഒലഞ്ഞു പോകുമ്പോഴും എൻ്റെ കാര്യം പിതാവിന് മുമ്പിൽ ഉണർത്തിക്കാൻ എനിക്കൊരു മീഡിയേറ്റർ ഉണ്ട്, എനിക്കൊരു മധ്യസ്ഥനുണ്ട്, യേശു ക്രിസ്തു. അവൻ്റെ ജീവൻ എനിക്ക് വേണ്ടി തന്നതാ. ഇന്നും എനിക്ക് വേണ്ടി എന്ന് പറയുമ്പോൾ എന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് വേണ്ടി, ലോകമെങ്ങുമുള്ള സകലമാന മാനവജാതിക്കും വേണ്ടി അവൻ പക്ഷവാദം ചെയ്തുകൊണ്ടിരിക്കുക. അവൻ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുകയും നമുക്ക് വേണ്ടി പക്ഷവാദം കഴിക്കുകയും ചെയ്യും. ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർതിരിക്കുന്നതാ കർത്താവിന് നമ്മുടെ സ്നേഹമാണ്. ആ സ്നേഹം ഒരിക്കലും മാറിപ്പോകത്തില്ല, ഒരിക്കലും അതിന് മാറ്റം വരില്ല. നോക്കുക, ഭക്തൻ പറയുകയാണ്, ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർതിരിക്കുന്നതാ കഷ്ടതയോ, സങ്കടമോ, ഉപദ്രവമോ, പട്ടിണിയോ, നഗ്നതയോ, ആപത്തോ, വാളോ. 38 മുതലുള്ള വാക്യങ്ങൾ പിന്നെയും ഇങ്ങനെ പറയുന്നു, മരണത്തിനോ, ജീവനോ, ദൂതന്മാർക്കോ, വാഴ്ചകൾക്കോ, അധികാരങ്ങൾക്കോ, ഇപ്പോഴുള്ളതിനോ, വരുവാനുള്ളതിനോ, ഉയരത്തിനോ,
ആഴത്തിനോ മറ്റ് യാതൊരു സൃഷ്ടിക്കോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിലുള്ള ദൈവസ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിപ്പാൻ കഴിയുകയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. അതെ, എൻ്റെ ദൈവം, എൻ്റെ യേശു എന്നെ സ്നേഹിക്കുന്ന സ്നേഹം ഏതെല്ലാം തിരകൾ ഉയർന്നാലും, ഏതെല്ലാം തിരമാലകൾ ഉയർന്നാലും, ഏതെല്ലാം കാറ്റ് ആഞ്ഞടിച്ചാൽ എന്നെ കർത്താവ് എന്നെ വിട്ടുമാറത്തില്ല. അവന്റെ സ്നേഹം എന്നെ ചുറ്റിയിരിക്കുകയാണ്. 125 സങ്കീർത്തനത്തിൽ ഭക്തൻ പറയുന്ന മനോഹരമായ ഒരു പ്രയോഗമുണ്ട്. അതിങ്ങനെയാണ്: പർവ്വതങ്ങൾ യെരൂശലേമിനെ ചുറ്റിയിരിക്കുന്നു, യഹോവയുടെ ദയയോ ഇന്നു മുതൽ എന്നേക്കും തന്റെ ജനത്തെ ചുറ്റിയിരിക്കുന്നു. 125 സങ്കീർത്തനത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു. 1-ാം വാക്യം ഇങ്ങനെ പറയുന്നു: യഹോവയിൽ ആശ്രയിക്കുന്നവർ കുലുങ്ങാതെ എന്നേക്കും നിൽക്കുന്ന സിയോൻ പർവ്വതം പോലെയാകും. ആശ്രയം ദൈവത്തിലാണോ, കുലുക്കം വരത്തില്ല. ഇപ്പൊ കുലുക്കം വരുന്നുണ്ടോ? സാമ്പത്തിക പ്രശ്നം ഓർത്ത് കുലുങ്ങുന്നുണ്ടോ? കടം ഓർത്ത് കുലുങ്ങുന്നുണ്ടോ? രോഗങ്ങൾ ഓർത്ത് കുലുങ്ങുന്നുണ്ടോ? ജീവിതത്തിൽ വരുന്ന പ്രശ്നങ്ങൾ, നാളത്തെ ചില കാര്യങ്ങൾ, അല്ലെങ്കിൽ ഇന്ന മാസം ചെയ്യേണ്ട ചില കാര്യങ്ങൾ ഓർത്ത് ഭാരപ്പെടുന്നുണ്ടോ? കുലുക്കം വരുന്നുണ്ടോ? ഓർക്കണം, ആശ്രയം മാറിപ്പോയി. ദൈവത്തിന് വചനം പറയുന്നത് കർത്താവിൽ ആശ്രയിക്കുന്നവർ, യഹോവയിൽ ആശ്രയിക്കുന്നവർ കുലുങ്ങാതെ. ഇപ്പൊ കുലുങ്ങുന്നത് നിന്ന് ആശ്രയം പോകുമ്പോഴാണ്. യഹോവയിൽ ആശ്രയിക്കുന്നവർ കുലുങ്ങാതെ എന്നേക്കും നിൽക്കുന്ന സിയോൻ പർവ്വതം പോലെയാകുന്നു. അടുത്ത വാക്യമാണ് ഇന്ന് മുമ്പേ പറഞ്ഞത്: പർവ്വതങ്ങൾ യെരൂശലേമിനെ ചുറ്റിയിരിക്കുന്നു. ഭക്തൻ ഇങ്ങനെ കാണുകയാണ്, യെരൂശലേം എന്ന് പറയുന്ന ആ നാടിന് ചുറ്റോട് ചുറ്റും പർവ്വതങ്ങളാണ്. അത് കണ്ടിട്ട് ഭക്തൻ നല്ലൊരു ഉപമ വെച്ച് പറയുകയാണ്: പർവ്വതങ്ങൾ യെരൂശലേമിനെ ചുറ്റിയിരിക്കുന്നു, യഹോവ ഇന്നു മുതൽ എന്നേക്കും തന്റെ ജനത്തെ ചുറ്റിയിരിക്കുന്നു. അതെ, ദൈവം എന്നെ ചുറ്റിയിരിക്കുക, ദൈവം നിങ്ങളെ ചുറ്റിയിരിക്കുക. തന്റെ ജനം എന്ന് പറഞ്ഞാൽ ആരാ? നിങ്ങൾ ഓരോരുത്തരും ദൈവത്തിന്റെ ജനമാണ്. യഹോവ ദൈവമാം വിശുദ്ധ ജാതിനാം അവനവകാശമാം ജനം നാം. യഹോവ ദൈവമാം വിശുദ്ധ ജാതിനാം അവനവകാശമാം ജനം നാം. പരദേശികൾ നാം ഭാഗ്യശാലികൾ, ഇതുപോലൊരു ജാതിയുണ്ടോ? പരദേശികൾ നാം ഭാഗ്യശാലികൾ, ഇതുപോലൊരു ജാതിയുണ്ടോ? യഹോവ ദൈവമാം വിശുദ്ധ ജാതിനാം അവനവകാശമാം ജനം നാം. യഹോവ ദൈവമാം വിശുദ്ധ ജാതിനാം അവനവകാശമാം ജനം നാം. ആപത്തിൽ നമ്മുടെ ദിവ്യ സങ്കേതവും ബലവും ദൈവമൊരുവനത്രേ. ആപത്തിൽ നമ്മുടെ ദിവ്യ സങ്കേതവും ബലവും ദൈവമൊരുവനത്രേ. ആകയാൽ പാരിടം ആകയിളകിലും നാമിനി ഭയപ്പെടുകയില്ല. ആകയാൽ പാരിടം ആകയിളകിലും നാമിനി ഭയപ്പെടുകയില്ല. യഹോവ ദൈവമാം വിശുദ്ധ ജാതിനാം അവനവകാശമാം ജനം നാം. യഹോവ ദൈവമാം വിശുദ്ധ ജാതിനാം അവനവകാശമാം ജനം നാം. നിരയായി അണിനിരന്നിടുവിൻ കുരിശിൻ പടയാളികളെ. നിരയായി അണിനിരന്നിടുവിൻ കുരിശിൻ പടയാളികളെ. ജയ 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 വീരന യേശുവിന്. യഹോവ ദൈവ
വിശുദ്ധ ജാതി നാം അവൻ അവകാശമാം ജനം യഹോവ ദൈവമാം വിശുദ്ധ ജാതി നാം അവൻ അവകാശമാം ജനം നാം. അതെ, ദൈവം എൻ്റെ അവകാശമാ, ഞാൻ ദൈവത്തിൻ്റെ അവകാശമാ, എൻ്റെ ദൈവത്തിൻ്റെ വകയാണ് ഞാൻ, അവൻ്റെ വിരലിൻ്റെ പണിയാണ് ഞാൻ. സ്വന്തം പുത്രനെ ആദരിക്കാതെ അവൻ എനിക്ക് വേണ്ടി തന്നെങ്കിൽ എനിക്ക് മറച്ചു വെക്കുന്ന, എനിക്ക് തരാതിരിക്കുന്ന, എനിക്ക് എന്തെല്ലാം ന്യായമായിട്ട് വേണോ അതെല്ലാം എൻ്റെ ദൈവം തരും. നമ്മുടെ ജീവിതത്തിൽ ആ ഉറപ്പുണ്ടായിരിക്കും. നാളെ അംബാനിയാക്കാമെന്നോ ഇവിടുത്തെ ഏറ്റവും വലിയൊരു കോടീശ്വരനാക്കാമെന്നൊന്നും അല്ല കർത്താവ് പറഞ്ഞു. പക്ഷേ ജീവിതത്തിൽ ഒരു മനുഷ്യന് എന്തെല്ലാം ആവശ്യമായിരിക്കുന്നു അതെല്ലാം എൻ്റെ ദൈവം തരും. അതെ, തക്ക സമയത്ത് തങ്ങൾ ഏകാഗ്രചിത്തന്മാരായി ഇരിക്കുന്നവർക്ക് വേണ്ടി തന്നെത്താൻ ബലവാനെന്ന് കാണിക്കേണ്ടതിന് യഹോവയുടെ കണ്ണുകൾ ഭൂമിയിൽ എല്ലായിടവും ഊടാടിക്കൊണ്ടിരിക്കുന്നുവെന്ന് 2 ദിനവൃത്താന്തം 16:9 ദൈവത്തിന്റെ വചനമുണ്ടെങ്കിൽ, അതെ, കർത്താവിനെ നോക്കുന്ന ആരും ലജ്ജിച്ചു പോകാൻ ദൈവം ഇടവരുത്തത്തില്ല. പതറിപ്പോകത്തില്ലെന്നല്ല, അതേ, കുലുങ്ങത്തില്ലെന്നല്ല. ചിലപ്പോഴൊക്കെ സംശയങ്ങൾ വരും. പക്ഷേ ഇന്നലകൾ നടത്തിയ വിധങ്ങൾ ഓർക്കണം. നടത്തിയ വിധങ്ങളോർത്താ നന്ദിയിടാതിരുന്നിടുമോ താതൻ. നടത്തിയ വിധങ്ങളോർത്താ നന്ദിയിടാതിരുന്നിടുമോ. കഷ്ടതയിലും കരം പിടിച്ച്, എൻ്റെ കഷ്ടതയിലും കരം പിടിച്ച് കൺമണി പോൽ കരുതിയവൻ നടത്തിയ വിധങ്ങളോർത്താ നന്ദിയിടാതിരുന്നിടുമോ നാഥൻ. നടത്തിയ വിധങ്ങളോർത്താ നന്ദിയിടാതിരുന്നിടുമോ. ഞാനിത് ഫേസ്ബുക്ക് ലൈവിലൂടെ പറയുമ്പോൾ ഇന്നെന്നെ കാണുന്നവർ കുറവാണെങ്കിലും ഇതാ ആ പ്ലാറ്റ്ഫോമിൽ അവിടെ അതിലിങ്ങനെ കിടക്കുമല്ലോ. ചിലപ്പോൾ നാളുകൾ കഴിയുമ്പോൾ പലരും ഇത് കാണും. ആ കാണുന്നവരിൽ ചിലർക്കെങ്കിലും ഇന്ന് അവരുടെ ജീവിതത്തിലെ നന്മകൾ, അനുഗ്രഹങ്ങളുടെ സമൃദ്ധിയുടെ ഒക്കെ നടുവിൽ അവർ തിരിഞ്ഞു നോക്കണം. പണ്ട് അവരെങ്ങനെയായിരുന്നു, ഏതെല്ലാം സാഹചര്യങ്ങളിലൂടെയാണ്. അതെ, ഒരുപക്ഷെ അങ്ങനെ ഒരു വലിയ ഉയർച്ച ഒന്നും പറയാനില്ലാത്തവർക്ക് പോലും ഇന്നലെക്കാൾ, കഴിഞ്ഞ നാളുകളെക്കാളും ഇനി നാളത്തെ ഒരു ദിവസം എനിക്ക് ഉണ്ടാവില്ല എന്ന് ചിന്തിച്ചവർ എന്നെ കേൾക്കുന്നില്ലേ? എനിക്കിനി മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് ഉറപ്പിച്ച നാളുകൾ അല്ലെങ്കിൽ ദിവസം എഴുതി, ഇല്ല ഇന്ന് എനിക്ക് മരിക്കണം, ഇന്ന് എൻ്റെ ജീവിതം തീരണം എന്ന് ചിന്തിച്ചവരില്ലേ? പ്രാർത്ഥിക്കാൻ നേരത്തെ ഇങ്ങനെ പറഞ്ഞില്ലേ, ദൈവമേ ഇന്ന് എൻ്റെ പ്രാണനെ എന്നെ എടുക്കണം, എനിക്കിനി ജീവിക്കണ്ട എന്ന് പറഞ്ഞവരില്ലേ? പക്ഷേ ആ ദിവസങ്ങൾ, ആ ആഴ്ചകൾ, ആ മാസങ്ങൾ കടന്നുപോയില്ലേ? ദൈവം നമ്മെ സൂക്ഷിച്ചില്ലേ? ദൈവം നമ്മെ പരിപാലിച്ചില്ലേ? ദൈവം നടത്തിയില്ലേ? അപ്പൊ തന്നെ ഇപ്പോഴങ്ങനെ ചിന്തിക്കുന്നവരാരെങ്കിലും ഇന്നുണ്ടെങ്കിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവത്തിന്റെ വചനം പറയുന്നു, യെശയ്യാപ്രവചനം 55 പറയുന്നു, എന്റെ വിചാരങ്ങളല്ല നിങ്ങളുടെ വിചാരങ്ങൾ, നിങ്ങളുടെ വിചാരങ്ങളല്ല എന്റെ വിചാരങ്ങൾ. ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്ന പോലെ നിങ്ങളുടെ വഴികൾ എന്റെ വഴികളിലും, അതെ, എന്റെ വഴികൾ നിങ്ങളുടെ വഴികളിലും, എന്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളിലും ഉയർന്നിരിക്കുന്നു എന്ന് സർവശക്തനായ ദൈവം പറയും. എങ്ങനെയെങ്കിൽ പ്രിയ സഹോദര, പ്രിയ സഹോദരി, നീ ചിന്തിക്കുന്ന പോലെ അല്ല, നിങ്ങൾ കരുതുന്ന പോലെ അല്ല. നിങ്ങൾക്ക് വേണ്ടി ശ്രേഷ്ഠമായ വഴികൾ, അത്ഭുതകരമായ വഴിത്താരകൾ എൻ്റെ ദൈവം തുറക്കുക തന്നെ ചെയ്യും. ചില നിമിഷങ്ങൾ പാട്ടുകൾ പാടിക്കൊണ്ടിരിക്കുകയായിരുന്നല്ലോ. ഒരു പാട്ടൂടെ പാടി ഈ ശുശ്രൂഷ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. വഴിയൊരുക്കും അവനാഴികളിൽ വലം കൈ പിടിച്ചെന്നെ വഴി നടത്തും. വഴിയൊരുക്കും അവനാഴികളിൽ വലം കൈ പിടിച്ചെന്നെ വഴി നടത്തും. വാതിലുകൾ പലതും
അടഞ്ഞിടലും വല്ലഭൻ പുതുവഴി തുറന്നിടുമേ. വാതിലുകൾ പലതും അടഞ്ഞിടലും വല്ലഭൻ പുതുവഴി തുറന്നിടും. പടമോ എനിക്കാ കരുതും യേശു നല്ല ഓഹരി. എനിക്കാ കരുതും യേശു നല്ല ഓഹരി. കഷ്ടങ്ങളിൽ നല്ല തുണ യേശു, കണ്ണുനീരവൻ തുടയ്ക്കും. കഷ്ടങ്ങളിൽ നല്ല തുണ യേശു, കണ്ണുനീരവൻ തുടയ്ക്കും. രോഗങ്ങളാൽ നീ വലയുകയോ, ഭാരങ്ങളാൽ നീ തളരുകയോ. രോഗങ്ങളാൽ നീ വലയുകയോ, ഭാരങ്ങളാൽ നീ തളരുകയോ. അടിപ്പിണരാൽ അവൻ സൗഖ്യം തരും, അജനമയച്ചു നിന്നെ വിടുവിച്ചിടും. അടിപ്പിണരാൽ അവൻ സൗഖ്യം തരും, തന്റെ അജനമയച്ചു നിന്നെ വിടുവിച്ചിടും. എനിക്കാ കരുതും യേശു നല്ല ഓഹരി. എനിക്കാ കരുതും യേശു നല്ല ഓഹരി. കഷ്ടങ്ങളിൽ നല്ല തുണ യേശു, കണ്ണുനീരവൻ തുടയ്ക്കും. കഷ്ടങ്ങളിൽ നല്ല തുണ യേശു, കണ്ണുനീരവൻ തുടയ്ക്കും. ചില നിമിഷങ്ങൾ ഒരുമിച്ച് പാട്ടുകൾ പാടാനും ദൈവവചനത്തിൽ നിന്ന് അല്പാൽപമായിട്ടൊക്കെ ചിന്തിപ്പാനും ഇടയാക്കി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ദേശത്തിനു വേണ്ടി, രാജ്യത്തിനു വേണ്ടി, കഷ്ടത അനുഭവിക്കുന്ന ജനത്തിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ തന്നെ വിവിധങ്ങളായ ഭാരങ്ങളിലും രോഗങ്ങളിലും പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന സർവമാന ജനത്തിനു വേണ്ടിയും നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഞങ്ങളുടെ പരിശുദ്ധ പിതാവേ, നന്ദിയോടെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. രാവിലെ തോറും നിന്റെ ദയയും രാത്രി തോറും നിന്റെ വിശ്വസ്തതയും വർണ്ണിക്കുന്നത് നല്ലതാകും തിരുവചനം പറയുന്നുവല്ലോ. കർത്താവേ, ഞങ്ങൾ നിന്റെ മുമ്പിലേക്ക് അടുത്തു വരുന്നു. അപ്പോൾ നിന്റെ കരുണ, നിന്റെ ദയ, നിന്റെ പരിപാലനം എല്ലാത്തിനായിട്ടും ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അപ്പാ, നിങ്ങളെ സൂക്ഷിച്ചല്ലോ, നിങ്ങളെ പരിപാലിച്ചല്ലോ. അവിടുത്തെ സ്നേഹത്തിനായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു. ഒരു പ്രഭാതം മുതൽ രാത്രി വരെയും, ഒരു രാത്രി മുതൽ പ്രഭാതം വരെയും ഞങ്ങൾ ജീവിച്ചിരിക്കുന്നത് അവിടുത്തെ കരുണയാലാകുന്നു, അവിടുത്തെ ദയയാലാകുന്നു. ഇന്ന് രാത്രി ഈ സമയത്തിൽ കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് നിന്റെ സന്നിധിയിലേക്ക് അടുത്തു വരുമ്പോൾ ഞങ്ങളുടെ രാജ്യത്തെ വിടുവിക്കണം, ഞങ്ങളുടെ ദേശത്തെ വിടുവിക്കണം. ജനത്തോട് കരുണ തോന്നണം. ഞങ്ങളുടെ രാജ്യത്തോട് മാത്രമല്ല, ഞങ്ങളുടെ ദേശത്തോട് മാത്രമല്ല, ലോകമെങ്ങുമുള്ള സകലമാന മാനവ ജീവിതങ്ങളോടും അങ്ങ് മനസ്സലിയണമെന്ന് പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ 2-ലധികം വർഷങ്ങളായിട്ട് ഞങ്ങൾ നേരിടുന്ന ഈ രോഗത്തിന്റെ ബന്ധനങ്ങളിൽ നിന്ന് കർത്താവെ ഒരു വിടുതൽ നീ നൽകണമേ. ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, അടിയന്റെ പാപം ക്ഷമിക്കണമേ, ജനത്തിന്റെ പാപം ക്ഷമിക്കണമേ, ഭൂമിയിലുള്ള സകലമാന മനുഷ്യരുടെ പാപവും ക്ഷമിക്കണമേ. അവിടുത്തെ പുത്രന്റെ രക്തം ആ പാപത്തിന്റെ പരിഹാരമാണ് നിങ്ങൾ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. താവേ, ഈ ഭൂമിയിലുള്ള സകലമാന മാനവജാതികളുടെയും മാനവവംശത്തിന്റെയും പാപത്തെ ഒരിക്കൽ കൂടെ ഞങ്ങൾ ക്രൂശിലേക്ക് സമർപ്പിക്കുകയാപ്പാ. അപ്പാ, കാൽവരി ക്രൂശിൽ അങ്ങൊഴുക്കിയ ആ രക്തത്താൽ യേശുവേ, ജനത്തിന്റെ പാപത്തെ പൂർണ്ണമായി നീ ക്ഷമിച്ച്
കർത്താവേ, ഈ പ്രശ്നത്തിന് പരിഹാരം വരുത്തണം. ഈ രോഗബന്ധനത്തെ അഴിക്കണമേ കർത്താവ്. ഈ ബാധയെ ഞങ്ങളുടെ രാജ്യങ്ങളിൽ നിന്ന്, ദേശങ്ങളിൽ നിന്ന്, ലോകമാകമാനമുള്ള മാനവ സമൂഹത്തിന്റെ ഇടയിൽ നിന്ന് അപ്പനൊന്ന് നീക്കിത്തരണമെന്ന് പ്രാർത്ഥിക്കുക. വലിയൊരു സമാധാനം ഉണ്ടാകുവാൻ, വലിയൊരു ശാന്തത ഉണ്ടാകുവാൻ എൻ്റെ കർത്താവ് സഹായിക്കണമേ. അബ്ബാ, പ്രതീക്ഷിക്കുവാൻ ഒന്നുമില്ലാതിരിക്കുന്ന സാഹചര്യങ്ങളുടെ നടുവിലും ഞങ്ങൾ നിന്റെ മുഖത്തേക്ക് നോക്കുകയാണ്. താവേ അബ്ബാ, ഏത് അടഞ്ഞ അനുഭവത്തിന്റെ നടുവിലും പ്രവർത്തിപ്പാൻ അങ്ങയ്ക്ക് കഴിയും. അങ്ങ് സർവശക്തനായ ദൈവമാണല്ലോ, അങ്ങ് അത്ഭുത മന്ത്രിയായ ദൈവമാണല്ലോ, അങ്ങ് വീരനായ ദൈവമാണല്ലോ. അങ്ങയ്ക്ക് അസാധ്യമായത് ഒന്നുമില്ലല്ലോ കർത്താവേ. അങ്ങ് അത് ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. വലിയൊരു സമാധാനം ദേശങ്ങൾക്ക്, രാജ്യങ്ങൾക്ക് അങ്ങ് നൽകണമേ. പ്രത്യേകിച്ച് ഞങ്ങളുടെ നാടിന് നൽകണമേ, ഞങ്ങളുടെ രാജ്യത്തിന് നൽകണമേ. താവേ, ഇന്ന് രാത്രി താവേ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ ദേശത്തെ അനുഗ്രഹിച്ചാട്ട്, ഞങ്ങളുടെ ഭരണാധികാരികളെ അനുഗ്രഹിച്ചാട്ട്, ഞങ്ങളുടെ രാജ്യത്തെ അനുഗ്രഹിച്ചാട്ട്, ഞങ്ങളുടെ ദേശത്തുള്ള സർവ്വമാന ജനത്തെയും അങ്ങ് അനുഗ്രഹിച്ചാട്ട് കർത്താവേ. അപ്പോൾ തന്നെ വിവിധങ്ങളായ രോഗങ്ങളിൽ, കടങ്ങളിൽ, ഞെരുക്കങ്ങളിൽ, കഷ്ടതകളിൽ, സമാധാനമില്ലായ്മകളാൽ, വിവിധങ്ങളായ സങ്കടങ്ങളാൽ ആരോടും ഹൃദയം തുറക്കാൻ കഴിയാതെ ഭാരപ്പെടുന്ന ജീവിതങ്ങൾക്കായിട്ട് താവേ ഇന്ന് രാത്രി പ്രാർത്ഥിക്കുമ്പോൾ അവരനുഭവിക്കുന്ന പ്രശ്നങ്ങൾ എന്ത് തന്നെയാണെങ്കിലും, ഏത് പ്രതിസന്ധിയാണെങ്കിലും അതിന്മേൽ എൻ്റെ കർത്താവിന്റെ കരം നീട്ടി, ഓ ഹല്ലേലൂയ, അത്ഭുത വിടുതലും സൗഖ്യവും സമാധാനവും ആഗ്രഹിക്കുന്ന വിടുതലുകൾ കർത്താവ് നൽകി അവരെ മാനിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അല്പസമയം ഞങ്ങൾക്ക് നിന്റെ സന്നിധി ഇരിപ്പാൻ അടിയനോട് ചേർന്ന് കർത്താവെ പാടിയ ആളുകൾ, പ്രാർത്ഥിച്ച ആളുകൾ, വീക്ഷിച്ച ആളുകൾ, ഇനി കാണാനിരിക്കുന്ന ആളുകൾ എല്ലാവരെയും നിന്റെ നാമം ചൊല്ലി അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുക. ഇത് കാണാത്ത വ്യക്തികളെയും ഞങ്ങൾ നിന്റെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുക. വലിയ സമാധാനം, വലിയ വിടുതലുകൾ എല്ലാവർക്കും നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പിന്നെയും കൂടി വന്ന് പ്രാർത്ഥിപ്പാൻ സഹായിക്കണം. എല്ലാം അവിടുത്തെ നാമമഹത്വത്തിനാകണം. ഞങ്ങളുടെ പുകഴ്ചയ്ക്കല്ല, ഞങ്ങളുടെ നാമമഹത്വത്തിനല്ല, എല്ലാം അവിടുത്തെ നാമത്തിന്റെ പുകഴ്ചയ്ക്കും മഹത്വത്തിനുമാക്കി തീർക്കണം പിതാവേ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. എന്നെ കണ്ട എല്ലാ പ്രിയപ്പെട്ടവരോടും നന്ദി അറിയിക്കുന്നു. ഇനിയും മറ്റേ അവസരങ്ങളിലും ഇതുപോലെ ദൈവസന്നിധിയിൽ പാടാനും പ്രാർത്ഥിപ്പാനും കൂടി വരാൻ ആഗ്രഹിക്കുന്ന സമയം നിങ്ങളും ഒരുമിച്ച് പാടുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണം. ഇതുപോലെ ഫേസ്ബുക്ക് ലൈവായിട്ട് മറ്റുള്ളവരുടെ മുമ്പ് പ്രദർശനമായിട്ട് മാത്രമായിട്ടല്ല, അതിനേക്കാൾ ഉപരിയായി നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ, കാരണം ഇതൊരു പ്രചോദനം എന്ന നിലയിലാണ് ഞാൻ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. അതിനേക്കാൾ ഉപരിയായി വ്യക്തിപരമായ പ്രാർത്ഥനാ ജീവിതം വർദ്ധിപ്പാനും ദൈവസന്നിധിയിൽ നിന്നൊരു വിടുതലിന് വേണ്ടി ജാഗരിച്ച് വളരെ തീഷ്ണതയോടെ വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിച്ചൊരു വിടുതൽ നേടാൻ കഴിയണം. കർത്താവ് ചെയ്യും, കർത്താവ് ചെയ്യും, കർത്താവ് ചെയ്യും. എല്ലാ വിഷയങ്ങൾക്കും, സകല പ്രശ്നങ്ങൾക്കും പരിഹാരം കർത്താവിൻ്റെ പക്കലുണ്ട്. കർത്താവ് ചെയ്യും. ദൈവം നിങ്ങളെ എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞ് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. കർത്താവ് നമ്മെ എല്ലാവരെയും തുടർന്നും അനുഗ്രഹിക്കട്ടെ.